വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇന്റർവെൽ ടോക്സ്. വളരെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ഇതിന്റെ മുന്നിൽ. ഏറെ പ്രിയപ്പെട്ട ഗോവിന്ദ്. പറവിൽ കണ്ടതുപോലെയുള്ള പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. റോൾ മോഡലാണ് ഗോവിന്ദ്. എല്ലാവർക്കും ആ ചിരിക്ക് ആരാധകരുണ്ട്. കുറച്ചും കൂടി ഒന്ന് മനസ്സ് തുറക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഇതൊന്നും തുറക്ക, ഒന്നും തുറക്കാനില്ല. അങ്ങനെ പറയരുതേ താങ്കൾ. ഞാൻ ഇങ്ങനെയാണ്, എന്റെ ക്യാരക്ടർ ഇങ്ങനെ. അപ്പൊ ഇപ്പൊ ഏതാണ് പുതിയ പ്രൊജക്ട്? ഒരു തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൗബിക എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? പിന്നല്ലാണ്ട് എത്രയോ പ്രാവശ്യം. ഒരു ചിക്കൻ പീസ് നീല്ല ഇല്ല, ഉറപ്പ് ഉറപ്പ്. ആ ടേക്ക് ഞാൻ ഒരു 48 ടേക്ക് വിട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാ, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ശിവകാഴ്ചൻ ബർവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇന്റർവെൽ ടോക്സ്. എന്തിനാണ് ഒരുപാട് ചിത്രങ്ങൾ? കേവലം ഒരു ചിത്രം കൊണ്ട് തന്നെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ വളരെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ഇതിൻ്റെ മുന്നിൽ. ഏറെ പ്രിയപ്പെട്ട ഗോവിന്ദ്, സ്വാഗതം. സ്വാഗതം. ഇങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോകണം. സുഖമായിട്ട് പോകുന്നു, സുഖക്കുറവൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ചിത്രങ്ങളേക്കാൾ കൂടുതൽ വൈറലാകുന്നത് ഒരു തട്ടുകടയുടെ പേരിലാണ് അല്ലേ? അതെ. എങ്ങനെ പോകുന്നു? തട്ടടയൊക്കെ സുഖമായി പോകണം. എല്ലാം അടിപൊളി, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. സാധാരണ ഭൂരിപക്ഷം ആൾക്കാരിലും കാണുന്നത് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നേരെ ക്യാരവാനിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിൽ നിന്നും തികച്ചും വിഭിന്നമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി ഒരു തട്ടുകടയൊക്കെ തുടങ്ങി ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള, അല്ല ഓൾറെഡി ഉള്ള തട്ടുകടയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു 35 വർഷമായിട്ടുണ്ട്. നമ്മുടെ ഫെയിം അതിലേക്ക് ഉപയോഗിച്ചു. അങ്ങനെയല്ല, നമ്മളെ പടത്തിൽ തന്നെ വിളിച്ചത് ആ തട്ടടയെന്നല്ലേ. പിന്നെ ഒരു പടത്തിൽ അഭിനയിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തട്ടട ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അത് മുന്നോട്ട് കൊണ്ട് എത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു എന്താ പറയുക, റോൾ മോഡലാണ് ഗോവിന്ദ് എല്ലാവർക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കിടക്കട്ടെ അങ്ങട്. ഈ ചിരിയാണല്ലോ എപ്പോഴും അൾട്ടിമേറ്റ്. ഈ ചിരി എന്നും ഈ മുഖത്ത് ആ ചിരി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ ചിരിക്ക് ആരാധകരുണ്ടോ? എനിക്കറിയില്ല. ആരാധികമാരുണ്ടോ? എനിക്കറിയില്ല. ഇല്ല, അറിയില്ല. മെസ്സേജ് ഒന്നും വയ്ക്കാറില്ല ആരും? താങ്കളുടെ ചിരി വളരെ ക്യൂട്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കാറില്ല, കാണാറില്ല. ഞാൻ മെയിൻ അക്കൗണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് ഒരെണ്ണം, അതാ യൂസ് ചെയ്യണേ. അപ്പൊ എന്താ ഇപ്പൊ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്താ വഴി? അത് കോണ്ടാക്ട് ചെയ്താൽ മതി. അതിനെന്താണ് വഴി എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. നമ്പർ ഉണ്ടായപ്പോ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. നീ ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. അപ്പൊ നിന്നോട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? പക്ഷെ ഞാനല്ലേ മെസ്സേജ് അയക്കില്ല. നിന്നെ അതിയായി ആരാധിക്കുന്ന ഒരു യുവതി എന്ന് കരുതുക. അല്ല അതില്ല ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നീടാണ്. അപ്പോൾ അങ്ങനെ ഒരു യുവതിക്ക് എനിക്ക് എൻ്റെ ഹസീബ് എന്നറിയപ്പെടുന്ന എൻ്റെ മൊട്ടെ എന്നല്ലേ ഇൻസ്റ്റാ നെയിം, ഗോവിന്ദുമായിട്ടൊന്ന് ആത്മബന്ധം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവതി ഉണ്ടെന്ന് കരുതുക. എങ്ങനെ മെസ്സേജ് അയക്കും? അത് മെസ്സേജ് മതി, അതിൽ വന്ന് കിടന്നോളൂ. റിപ്ലൈ കൊടുക്കും? ഞാൻ നോക്കാറില്ല, ഞാൻ കേറാറില്ല. ശരിയല്ലല്ലോ നീ അത്ര. അതെന്താ അങ്ങനെ? അതായത് നിങ്ങൾ തന്നെ പറഞ്ഞു ഫോണിന് അഡിക്ഷൻ ഇല്ലാതെ പോണമെന്ന്. ഞാൻ അത്രയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ തൊട്ട് IPL കണ്ടുകൊണ്ടിരിക്കുക. IPLൻ്റെ ഒരു ആരാധകനാണ്. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ചോരയിലുള്ളതാ. ജ്വരമാ. ഇന്നലെ രാത്രി വരെ പോയിട്ട് കളിച്ചിട്ട് വന്നേ ഉള്ളൂ. സ്പോർട്സിനോടാണ് കൂടുതൽ കമ്പം. യെസ്. ഇൻസ്റ്റാ റീൽസ് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉണ്ട്, കുറവാണ്. അല്ലെങ്കിലും താങ്കൾ നിൽക്കുന്ന മേഖലയിൽ ഇച്ചിരി കൂടി വിപുലപ്പെടണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇൻസ്റ്റാ റീൽസ്. അതിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറുക, അതുവഴി സിനിമയിലേക്ക് എത്തുക. ഇപ്പം നമ്മൾ കണ്ടല്ലോ വാഴ 2 ഹാഷിറും സംഘവും എങ്ങനെയാണ് ഇപ്പോൾ റീച്ചായി നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എടുത്ത് പറയാൻ വേണ്ടി ഹാഷിറിൻ്റെ പേര് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായൊരു മുഖമാണ്, പിന്നെ എന്തുകൊണ്ടാണ് റീൽസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെ കടക്കാത്ത? എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല, അതാണ് സത്യം. കാരണം ഞങ്ങൾക്ക് 7 മണിക്ക് ഷോപ്പ് തുറക്കണമെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് പരിപാടി തുടങ്ങിയാൽ 7 മണിക്ക് ഷോപ്പ് തുറക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ജോലിക്കാരില്ല, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഒന്നും സമയം കിട്ടാറില്ല. അല്ല എങ്കിൽ പോലും തീരെ ഇതിനും ഇത്തരം കാര്യങ്ങൾക്ക് സമയം ചിലവാക്കുന്ന ആളല്ല. നമ്മുടെ ഇച്ചാപ്പി എന്ത് പറയുന്നു? ഇച്ചാപ്പി സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും വിളിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കുറച്ചും കൂടി ഒന്ന് മനസ്സ് തുറക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഇതെന്തും തുറക്കാം, ഒന്നും തുറക്കാനില്ല. അങ്ങനെ പറയരുത്. അതിൽ തുറന്നാൽ വലിയ 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 ചില്ലുകൂടങ്ങൾ കാണും. അതെ, തുറന്നു കാണണ്ടായിരിക്കും, അസ്ഥിപഞ്ചരം കാണണ്ട. ഇച്ചാപ്പിനെ പോലെയുള്ളൊരു സൗഹൃദം ആരാ ഉള്ളത് ലൈഫിൽ? ഇച്ചാപ്പി പോലെ ഒരാളില്ല. എല്ലാവരും ഇച്ചാപ്പിമാരാ. നല്ലൊരു ഉത്തരവായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഏതാണ് പുതിയ ഒരു പ്രൊജക്ട്? തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, പേരിട്ടിട്ടില്ല. ഇങ്ങനെ ഷൂട്ടിംഗ് ആയിട്ട് നടന്നു. പാപ്പരാശി ആകുന്നതെന്ന് തോന്നരുത് കേട്ടോ. 26-27 വയസ്സായെന്നാണ് എനിക്ക്. താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 25-26, നമുക്ക് 26-27. നമ്മൾ നേരത്തെ ഒന്ന് സംസാരിച്ചു, ചെറിഞ്ഞല്ലേ മാന്തുന്നുണ്ട് ഞാൻ തിരിച്ച്. ഈ ഗോവിന്ദ് എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഹസീബ് എന്നായിരിക്കും വിളിക്കുന്നത്. അങ്ങനെയാണ് എന്നെ അറിയാത്ത ആൾക്കാർ ഹസീബ് എന്നേ വിളിക്കുള്ളൂ. അത് ഒരു ക്യാരക്ടർ എത്രത്തോളം മനസ്സുകൾ ജനഹൃദയങ്ങളിൽ കയറി എന്നുള്ളതിന് തെളിവാണത് അല്ലേ? അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? അതെന്താന്ന് വെച്ചാല് ഹസീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ ചെയ്തെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്. എല്ലാം എന്താ നടന്നതുമാണ്, ചെയ്തതുമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ക്യാരക്ടറിലോട്ട് ജീവിക്കാൻ വേണ്ടി അധികം ഇതൊന്നും എടുത്തില്ല. എടാ, ഈ പറവ എന്ന് പറയുന്ന ചിത്രത്തിന് ഇത്രത്തോളം ജനസ്വീകാര്യത അല്ലെങ്കിൽ ഇത്രത്തോളം സ്നേഹം കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഒരിക്കലും ഇല്ലേ? അല്ല, അങ്ങനെയല്ല. അതായത് എടുത്തടിച്ച് പറഞ്ഞ് പറവയ്ക്ക് ജനസ്വീകാര്യത കിട്ടുന്നു, ഒരിക്കലും ഇല്ല. അതായത് അങ്ങനെയല്ല. നമുക്ക് ആ കഥ ഒന്ന് വിശദീകരിച്ച് പറയണം. നീ ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടി ഒന്ന് നർമ്മം കയറ്റി നിന്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നർമ്മം കയറ്റാനൊന്നുമില്ല. അതില് സൗബിക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ സൈക്കിളിൽ നിന്ന് താഴെ വീണാണ് ഇക്ക കാണുന്നത്. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ നിനക്ക് പടത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ആ എന്ന് പറഞ്ഞു. അല്ല, അതിൻ്റെ അകത്ത് ഒരു ചിക്കൻ പീസ് ഇല്ല. ഉറപ്പ്. അതുപോലെ തന്നെ ഈ ആദ്യ ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം കാണും. കയറി ചെല്ലുന്ന ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം. അതുപോലെ തന്നെ ആ ആക്ടിങ് എന്ന് പറയുന്ന നിഗൂഢമായ ആ ഒരു കടലിലേക്ക് എടുത്ത് ചാറേണ്ട സമയമാണ്. അതെങ്ങനെയാണ്? അതായത് ഫസ്റ്റ് ദിവസത്തെ ഷൂട്ടിംഗ് തന്നെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ആ മീനിനെ എടുക്കുന്ന സീൻ അത് തന്നെ ആയിരുന്നു. പക്ഷേ ആ സീൻ കാണാൻ വേണ്ടി പുറത്തൊരു 500 പേരുണ്ട് എന്തായാലും, ഉറപ്പാ. അന്ന് സൗബിക്ക് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളൊന്നുമില്ല, നീ എന്താണോ ചെയ്യണേ അത് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. സൗബിക്ക എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അല്ലാണ്ട് എത്രയോ പ്രാവശ്യം. അതായത് ആ കല്യാണ വീട്ടിൽ ബാബിന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമില്ലേ, ആ ടേക്ക് ഞാൻ ഒരു 48 ടേക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റ് സൗബിക്കാക്ക് തെറി വിളിച്ച് മൈക്ക് താഴെ വെച്ച് പോകേണ്ട വരെ അവസ്ഥ വന്നിട്ട്. എന്താണ് വിളിച്ച തെറി? അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു DQ നിങ്ങളുമായിട്ട് കോമ്പിനേഷൻ ഇല്ലായിരുന്നു തോന്നുന്നു. ഇല്ല, സെറ്റിൽ വന്നിട്ട് അതായത് കോമ്പിനേഷൻ ഇല്ല. അതായത് ഇക്ക ക്രിക്കറ്റ് കളിക്കുന്ന സീനിലൊക്കെ ഞങ്ങൾ അവിടെ വന്നിരിക്കണ്ട്. എന്തെങ്കിലും ഒരു അനുഭവം പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. എനിക്ക് ചങ്കുവേന വരുന്നു ഒന്ന് സംസാരിക്കായിരുന്നിട്ട്. അതായത് കിങ് ഓഫ് കൊത്തയില് ഞാൻ പോയിരുന്നു, പരിചയപ്പെട്ടു ഒന്നും കൂടി. അപ്പോൾ ഇക്ക പറഞ്ഞ നല്ല പടങ്ങൾ ചെയ്, അതായത് നിനക്ക് വരും, നല്ല പടങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്താൽ മതി. അല്ലാതെ എന്താ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം? അങ്ങനെ ഓർത്തിരിക്കാനൊന്നില്ല. ആദ്യത്തെ പടമല്ലേ, നിനക്ക് ഓർമ്മശക്തി തീരെ. കിങ് ഓഫ് ഞാൻ 3 പടം ഇക്കട്ടോട്ട് ചെയ്തിട്ടുണ്ട്. പറവ ചെയ്തിട്ടുണ്ട്, യമണ്ടം പ്രേമത ചെയ്തിട്ടുണ്ട്, കിങ് ഓഫ് കൊത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോർത്തിരിക്കാൻ, കൊച്ചിയിൽ വരുമ്പോൾ കാണാറുണ്ട്, പോവാറുണ്ട്. ഇക്ക മാത്രമല്ല, എല്ലാവരും വന്നാൽ ഞാൻ പോയി കാണും, ചാൻസ് ചോദിക്കും. എങ്കിലും ഷൈനികവും ആയിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ? ഷെയ്ൻ ചേട്ടൻ മാത്രമല്ല, അതിൽ എല്ലാവരും നമുക്ക് എന്ത് ഡൗട്ട് ചോദിക്കാം, ഏത് രാത്രിയിലും വിളിച്ച് ചോദിക്കാം എന്നത് ആൾക്ക് ഇക്കമാരാണ് നമ്മുടെ. സെറ്റിൽ ആരുമായിട്ടായിരുന്നു ഏറ്റവും സൗഹൃദം? പറവയുടെ സെറ്റിൽ ലഞ്ചേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ലഞ്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം. ആക്ടേഴ്സിൽ ആരുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ? ആക്ടേഴ്സിൽ എല്ലാവരും നമുക്ക് ഇക്കമാരല്ലേ, എല്ലാവരോടും നമുക്ക്. ഒരാളുടെ പേര് നീ ഭയങ്കര ബുദ്ധിപരമായിട്ട് ഉത്തരം പറയുന്നുണ്ടോ? ഒരിക്കലും അല്ല, ഉള്ള കാര്യമല്ലേ പറയണത്. ഇച്ചാപ്പിന് ഇപ്പൊ ഒന്ന് വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ ഫോൺ എടുക്കൂല. ശ്രമിച്ചു നോക്കുന്നത് 100% ഷുവർ ഫോൺ വിളിച്ചെടുക്കല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. അതെന്താ അങ്ങനെ? അവനങ്ങനെയാ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, അതേ ഉള്ളൂ. അവനെ നീ മെസ്സേജ് റിപ്ലൈ എല്ലാം കൊടുക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണൽ ID ഉണ്ട്, അതിൽ മെസ്സേജ് അയക്കും. ഹേ സിറി കോൾ ഇച്ചാപ്പി. ഭയങ്കര സംവിധാനം അതിൻ്റെ കയ്യിലിരിക്കുന്ന മൊത്തം. എൻ്റെ സംവിധാനം കൊള്ളാം. നോക്കാം നമുക്ക് എടുക്കുമെന്ന്. ഇന്ന് കൊണ്ടോ അൺഎക്സ്പെക്റ്റഡ് എടുത്തിരിക്കുവാൻ. ശനിയാഴ്ച അല്ലേ, നാളെ ഞായറും. എടുക്കൂല 100% എനിക്ക് ഉറപ്പുണ്ട്. അതാണ് മനസ്സുകൾ തമ്മിൽ മനസ്സിലാക്കുന്ന സൗഹൃദം അല്ലേ?
ജീവിതത്തിൽ എടുക്കുക എടുക്കൂല. കൺഫേം. കൺഫേം. എങ്ങനെയുണ്ട്? അതിന് പിന്നെ പറയുന്നില്ലല്ലോ, ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ലല്ലോ. മനസ്സിലാക്കി ഞാൻ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എനിക്കൊന്ന് 17ാമത്തെ വയസ്സിലാണ് ആ ചിത്രത്തിലേക്ക് വരുന്നത് അല്ലേ? ആ സമയത്ത് അപ്പോൾ എങ്ങനെയാണ് ഈ പഠനവും തട്ടുകളിൽ ആ സമയത്തും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ? പുതിയ പുതിയ സിനിമകൾ വരുന്നു, അതിൻ്റെ അഭിനയിക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. അതുപോലെ ഇതിനൊപ്പം തന്നെ നമ്മൾ പഠനം കൊണ്ടുവരുന്ന സാഹചര്യം, അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തു പോയത്? ഇങ്ങനെയൊക്കെ നടന്നു പോയി, അത്രേ ഉള്ളൂ. 10ാം ക്ലാസ് ഉള്ളപ്പോഴാണ് പറവ് ചെയ്യണത്. അതായത് ഞാൻ എല്ലാ ക്ലാസ്സും തോറ്റു പഠിച്ചത്. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് പഠിക്കണം. വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് പഠിക്കണമെങ്കിൽ തറവിട്ട് പഠിക്കണമെന്ന്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും മിക്ക ക്ലാസ്സും തറവിട്ട് പഠിച്ചിട്ടാണ് ഞാൻ പോയത്. എക്സാമിന്റെ സമയത്തായിരുന്നു തറവായിട്ട് പഠിക്കുന്നത് അല്ലേ? ഫ്രഷ് സാധനമാണ്. ഒരുപാട് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? എന്നിട്ട് തറവായിട്ട് പഠിച്ച നീ എത്ര നാൾ തറയിലിരുന്ന്? തറയിലൊരു എത്ര കൊല്ലായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഒന്നിൽ എത്ര തവണ തോറ്റു? ഒന്നിൽ തോറ്റവനാണോ നീ? മിടുക്കനാടാ നീ, മിടുക്കൻ. LKG UKG പഠിച്ചിട്ടില്ലേ? അപ്പോൾ LKG UKG നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് LKG UKG ഒക്കെ എനിക്ക് തുടങ്ങുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പഠിക്കില്ലാത്തതുകൊണ്ട് എന്നെ ഇരുത്തി ഒരു പ്രാവശ്യം. പിന്നെ 6ാം ക്ലാസ് 8ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് തോറ്റ് പഠിച്ച് അപ്പോൾ ഇൻസ്പിറേഷനായി നീ തോറ്റ് പഠിക്കുന്നവർക്കല്ലേ? പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒന്നിലൊന്നും തോക്കണ്ട. 9ാം ക്ലാസ് വരെ നമുക്ക് ഈസി. പാസ്സാക്കി വിടും. അത് നിനക്ക് വിഷമമുണ്ടല്ലോ. നല്ല വിഷമമുണ്ട്. അപ്പം നീ എനിക്ക് തോന്നുന്നു SSLC ചെയ്ത് 21ാം വയസ്സിലോ? അല്ല. അപ്പൊ ആരും ചോദിച്ചില്ല എന്നോട് ഈ മുതുക്കാൻ നീ ഞങ്ങളോട് ഒന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാട്ടോ? മൂത്താപ്പന്ന് വിളിച്ചോണ്ടിരുന്ന. എന്നിട്ടെന്താ അതൊക്കെ നമ്മൾ കേട്ടങ്ങ് സഹിച്ച് പുറത്ത് എന്റർടൈൻമെന്റ് അല്ലേ ഇതൊക്കെ. ഇനി ഇപ്പൊ കണ്ടാലും 10-22 വയസ്സേ പറയുള്ളൂ. അപ്പൊ അന്നും വലിയ പ്രായമൊന്നും തോന്നുകയായിരുന്നായിരിക്കും. അതിൻ്റെ ഒരു വിജയമാണ്. അതെങ്ങനെ നീ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കുളിച്ചാൽ മതി. എൻ്റെ പൊന്നേ, ചളിയുടെ അങ്ങേറ്റമൊക്കെ നീ പറയൂ അല്ലേ? 10ാം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയാണോ പാസ്സായത്? അവിടെയും തോറ്റ്. കാരണം 10ന്റെ സമയത്തല്ലേ ഞാൻ പറവ ചെയ്തോണ്ടിരുന്നത്. എനിക്ക് അറ്റൻഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ടല്ല, നിനക്ക് പഠിക്കാൻ കഴിയില്ലായിട്ടല്ല. അല്ല, എന്നിട്ട് ഞാൻ 7 പേപ്പർ ജയിച്ചു. ആകെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് മാത്രമേ തോറ്റിട്ടുള്ളൂ. 3 തോറ്റുള്ളൂ. പിന്നെ എങ്ങനെ പറയാൻ തോന്നുന്നത്? ഞാൻ 10 വിഷയം എഴുതി, അതിന് 3 തോറ്റുള്ളൂ. 7 ഞാൻ ജയിച്ചത് നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? അങ്ങനെ കഴിവുള്ളതുകൊണ്ട്, മികവുള്ളതുകൊണ്ട്, കഴിവല്ല മികവുള്ളതുകൊണ്ട്. എന്നിട്ട് അതെങ്ങനെ എഴുതിയെടുത്തു? പിന്നീട് അടുത്ത പ്രാവശ്യം പോയി ഞാൻ എഴുതിയെടുത്തു, പാസ്സായി. ജസ്റ്റ് പാസ്. ഒരു ഇത്ര 51% എന്തോ മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം +1 +2 പോയോ? അതോ പോയി. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു വിജയം? പോടാ, സത്യം. അതെങ്ങനെ സാധിച്ചു? അതെങ്ങനെ നീ സാധിച്ചെടുത്തു? കോപ്പി അടിച്ചു. അതെങ്ങനെ നിനക്ക് ഈ പൊതുമധ്യത്തിൽ ഇരുന്ന് പറയാൻ? അപ്പൊ കോപ്പി അടിക്കുന്ന ഒരു തെറ്റൊന്നും അല്ല അല്ലേ? എന്ത് തെറ്റ് അല്ലേ? അല്ല, നീ പറയുന്നത് ഈ എക്സാമിനേറ്ററായിട്ട് വരുന്ന അധ്യാപകരൊന്ന് ഈ പിള്ളേരൊക്കെ ഒന്ന് കോപ്പി അടിച്ചൊന്ന് കണ്ണടയ്ക്കണം എന്നുള്ള മൈൻഡുകാരനാണോ? അങ്ങനെയല്ല. അതായത് പഠിക്കാത്ത പിള്ളേരൊക്കെ കോപ്പി അടിക്കുന്നതിൽ ഒരു തെറ്റില്ല. അതൊരു കഴിവില്ലായ്മ. അത് കഴിവ് കൂടിയതാണ് കോപ്പി അടിക്കുന്നത്. അതായത് കോപ്പി അടിച്ച് ജയിക്കുന്നതാണ് ഇച്ചിരി കൂടി പഠിച്ച് ജയിക്കുന്നതിനേക്കാൾ കഴിവുള്ളതെന്ന് നീ അവകാശപ്പെടുന്നത്. നമ്മുടെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പഠന കാലഘട്ടമാണ്. അത് എന്ന് കഴിയുന്നോ അന്നത്തോ അതോടുകൂടി നമ്മുടെ നല്ല കാലഘട്ടം അവസാനിച്ചു. നീ കോളേജിൽ പോയിരുന്നോ? ഇല്ല. അത് നിനക്ക് വലിയ മിസ്സിംഗ് ആണെന്ന് ഞാൻ പറയും. അത് വലിയ നഷ്ടമായി പോയി. ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലായിരുന്നു. എന്നോട് ജയിക്കണ്ടാ. 3 വർഷം 3 വർഷം പൊക്കോണം. അതായത് എന്നോട് പഠിച്ചവരൊക്കെ ഡിഗ്രി പാസ്സായി കഴിഞ്ഞു, പിന്നെയും പോയാൽ പിന്നെ ഒരു മോശക്കേടല്ലേ. എന്ത് മോശക്കേട്? നിനക്ക് 10ാം ക്ലാസ് 21ാമത്തെ വയസ്സിൽ പഠിക്കാം. ഞാൻ 25 കഴിഞ്ഞപ്പോഴാണ് ഞാൻ LLBക്ക് പോയി ചേരുന്നത്. എൻ്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ 21 കയറിയതേ ഉള്ളൂ. 3 വർഷം കഴിയണം പാസ്സാവണമെങ്കിൽ. പാസ്സാവും. അല്ല, ഞാൻ അത്യാവശ്യം പഠിക്കുന്നതാണ്. എന്നെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ല ഞാൻ നന്നാ പഠിക്കുന്നത്? തെറ്റിപ്പോയിരിക്കണം നിനക്ക്. നല്ല പോലെ പഠിക്കും ഞാൻ. അത് പോട്ടെ. പിന്നെ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നിന്റെ പറവിൽ കണ്ടതുപോലെയുള്ള പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? നമുക്കെന്താ അതിനുള്ള സമയമില്ല. ഷോപ്പ്, ഉറക്കം, കളി.
അത്രേ ഉള്ളൂ. അതിനെന്താ സമയം കണ്ടെത്തായിരുന്നു? വേണ്ടാത്തോണ്ട് എന്തിനാ, കൂടെ ഉള്ളവരെന്നെ അനുഭവിക്കണം ഞങ്ങൾ കാണുന്നു. പിന്നെന്തിനാ കൂടെ ഉള്ളവരുടെ ഒരു അനുഭവം എന്നാ പറയാ കേട്ടെ. അനുഭവിച്ചത് കണ്ടല്ലോ, ഇത് പറഞ്ഞല്ലോ, അനുഭവിച്ച അതായത് എന്താ പറയണേ, കളിക്കാൻ വിടൂല ചിലവരെ. അതായത് എന്താ പറയണേ, ഫുൾ ടൈം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്കൊന്നും അത് പറ്റൂല. പറ്റാത്ത പണിക്ക് എന്തിനു പോകണം, അത്രേ ഉള്ളൂ. അല്ല അതെന്താ നിനക്ക്? നമുക്കൊന്നും വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് കളിക്കാൻ പോകണം. നമുക്കൊന്നും ആർക്കും ടൈം കൊടുക്കാൻ പറ്റില്ല. നീ നിന്റെ ലൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ മറ്റൊരാൾക്കൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ വിവാഹം ഇല്ല നിനക്ക്? എനിക്ക് വേണ്ട. എന്തിന്? നീയാണോ ഇപ്പം നിത്യബ്രഹ്മചാരി? നീയാണോ അത്? നീയാണോ? അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു? സപ്പോർട്ടായിരുന്നോ, അതോ നീ പണിക്കൊന്നും പോവാതെ നീ ആ കടയിൽ നോക്കി നിൽക്കുക അല്ലെങ്കിൽ പഠിക്കാൻ പോ എന്നുള്ള മൈൻഡായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പോവാ, നിന്റെ പണി ചെയ്യുക, വരാ, ഇവിടെയും പണി ചെയ്യുക, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ല ആരാണ് കൂടുതൽ സപ്പോർട്ട്, അച്ഛനാണോ അമ്മയായിരുന്നോ? അമ്മയാണ്. എനിക്ക് അച്ഛനില്ല. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു എൻ്റെ 3-ാം വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. മരിച്ചുപോയാണല്ലേ. അമ്മയാണപ്പം? അതെ. അപ്പം അമ്മ വളർത്തിയ ഒരു അമ്മക്കുട്ടിയാണ്. അതെ അല്ലേ? അമ്മയാണ് എല്ലാത്തിനും. അമ്മയുമായിട്ടുള്ളൊരു ആത്മബന്ധം എങ്ങനെയാണ്? ഒന്നടിച്ച രണ്ടാവട്ടെ അടിക്കും. അതായത് ഞാൻ അമ്മേനെ ഒന്നടിച്ചാൽ അമ്മ 2 എനിക്കടിക്കും. അതായത് വാക്കുകൾ കൊണ്ടാണോ, വാക്കുകൾ കൊണ്ട് ശരമായിട്ട് അമ്പെയ്യുന്നാണോ പറഞ്ഞത്? അതോ അതന്നെ നീ അതിന്റെ അർത്ഥം വേറെ തലമായി മാറും. അമ്മേനെ അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ആകും. ഇത് ഞങ്ങൾ ഹൈലൈറ്റും ആക്കും. അതാ ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ആക്കും. വേണോ? എനിക്ക് പ്രത്യേകം പറഞ്ഞു ഹൈലൈറ്റ് ആക്കരുത്. ഹസീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ദ റിയൽ ക്യാരക്ടറായിട്ടുള്ള ഗോവിന്ദും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഹസീബ് തന്നെയാണ് ഗോവിന്ദും, ഗോവിന്ദ് തന്നെയാണ് ഹസീബും. പ്രായം വളർത്തിയിട്ടുണ്ട്, പട്ടം പറപ്പിക്കാറുണ്ട്, നൂലുണ്ടാക്കാറുണ്ട്. പിന്നെന്താ വേണ്ടേ, സൈക്കിളോട്ട്. ഇപ്പോഴും ഞാൻ കൊച്ചിയിൽ വന്ന സൈക്കിളോട്ടി കിടക്കണതാണ്. ഫുഡ് ബിസിനസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖല. എങ്ങനെ പോകുന്നു അത്? ഇപ്പൊ അത്യാവശ്യം നല്ല മെച്ചത്തിൽ പോകുന്നുണ്ട്. കോടീശ്വരനാവുന്നുണ്ട് നീ. പിന്നെ കടം ചോദിക്കാൻ വല്ലതൊക്കെ താടാ. ഉറപ്പായിട്ടും. ഉറപ്പാണല്ലോ അല്ലേ? അല്ല അങ്ങനെ കൂട്ടുകാര് വിളിക്കാറുണ്ടോ? പിന്നെ അല്ലാണ്ട് എത്രയോ പേര്. എങ്ങനെ? അപ്പൊ നീ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ അടുത്തില്ലെന്ന് അറിയൂ. അതെങ്ങനെ കൈകാര്യം ചെയ്യും? ഞാൻ വിളിക്കുന്ന കൊടുത്തു. അസീബ് ഗോവിന്ദേ, എനിക്ക് അർജന്റായിട്ട് കുറച്ച് സാമ്പത്തികം വളരെ അർജന്റ്. എനിക്കൊരു ഒരു ഒരു 5 രൂപ 5000 രൂപ ആവശ്യമുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യാവോ? നീ ഒരു 100 രൂപ എനിക്ക് അയച്ചോ. പെട്രോൾ അടിക്കാൻ കാശില്ലാണ്ട് ഞാൻ കൊടുക്കാം. ഇത് എല്ലാ ഇവന്റെ സുഹൃത്തുക്കളും പ്രത്യേകം മനസ്സിലാക്കിക്കോണം. ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം കൊണ്ടാ ബാങ്ക് ബാലൻസ് എനിക്കൊന്ന് കാണുന്നുണ്ട്. ഇത് വളരെ ഹൈലൈറ്റ് ആണ്. അത് പ്രത്യേകം ചോദിക്കണം. 1,00,000 രൂപ ഇപ്പൊ കാണിക്കും. ആക്ച്വലി ഞാൻ ചേട്ടൻ തമ്മിൽ മിണ്ടാറില്ല. വാഴ 2 അലനൊന്ന് സൂപ്പറായിട്ട് ചെയ്തു, ഹാഷിറും സൂപ്പറാണ്. പിണറായി വിജയനും VD സതീശനും ആരെയാണ്? CPIM ഓർ കോൺഗ്രസ് ഓർ BJP ഓർ ലീഗ്? രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? WCC ഓർ അമ്മ? രാജഭരണം ഓർ ജനാധിപത്യ ഭരണം? ബിഗ് ബോസ് വിളിച്ചാൽ പോവോ?